ശ്രീ ഷാജി രാഘവൻ ഇന്നിപ്പോ വി.എൻ. വാസവന്റെ ഒരു പ്രതികരണം വന്നത് സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ ഇതിൽ പങ്കില്ല, ഇതിൽ അന്നത്തെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്നുള്ളതാണ്. അപ്പൊ ഈ അന്വേഷണവും ഏറെക്കുറെ ഉദ്യോഗസ്ഥരെ ചുറ്റിപ്പറ്റി എന്ന നിലയ്ക്ക് മാത്രമായിരിക്കുമോ? എങ്ങനെയാണ് ദേവസ്വത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ പങ്കില്ലാതാവുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക്, അതായത് ദേവസ്വവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടോ ശബരിമലയുമായി ബന്ധപ്പെട്ടോ സർക്കാരിന് ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. സർക്കാർ പക്ഷേ അയ്യപ്പ സംഗമം അടക്കം നടത്താൻ പോകുന്ന ഒരു സർക്കാരിന് ശബരിമലയുടെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പോലും പങ്കില്ല എന്ന് പറയുമ്പോൾ നല്ലതിനൊക്കെ ഉത്തരവാദിത്തം, അവിടെ എന്തെങ്കിലും മോശമായ നടത്തിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത് പോലെയല്ലേ? അത് താങ്കൾ വളരെ ശരിയായിട്ടാണ് പറഞ്ഞത്. ഈ ദേവസ്വം ബോർഡ് ഒരു പ്രത്യേക സംവിധാനമാണ്, ഗവൺമെൻറ്റിന് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ ഇവർ അയ്യപ്പ സംഗമത്തിൻ്റെ നിലപാടിതൊന്നും ആയിരുന്നില്ലല്ലോ. ആയിരുന്നു. അയ്യപ്പ സംഗമം നടത്തുക വഴി എന്താ അവർ സത്യത്തിൽ ചെയ്തത്? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാമാങ്കം നടത്താൻ വേണ്ടിയിട്ട് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചില്ലേ ഗവൺമെൻറ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് കോടതിയിൽ പോയി, ഭക്തജനങ്ങൾ കോടതിയിൽ പോയ സമയത്ത് എന്താ ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും കോടതിയോട് പറഞ്ഞത്? ഞങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് നയാ പൈസ അതിന് വേണ്ടി കൊടുക്കില്ല, അത് സ്പോൺസർഷിപ്പ് വഴിയായിരിക്കും ചെയ്യുക. പക്ഷേ പറഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അഡ്വാൻസ് ആയിട്ട് 13 ലക്ഷം രൂപ കുമരകത്തുള്ള 4 റിസോർട്ടുകൾക്കായി കൊടുത്തു. മാധു, എന്തിനു വേണ്ടിയിട്ട്? 150 കിലോമീറ്റർ ഉണ്ട് പമ്പയിൽ നിന്നും ഈ പറയുന്ന കുമരകം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. 150 കിലോമീറ്റർ അടുത്തുണ്ട്. പമ്പയിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്ന അയ്യപ്പന്മാർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കുമരകത്തെ 5 സ്റ്റാർ ഹോട്ടലിലാണ്. അല്ല, അതുകൊണ്ടായിരിക്കും അവിടെ നിന്ന് പിന്നെ ഈ പറയുന്ന പോലെ കല്ലുമുള്ളും ചവിട്ടി പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്തിനാണ് സമഭാവനയുണ്ട് അയ്യപ്പന്മാർക്കിടയിൽ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞതും. അതുകൊണ്ട് തന്നെ ഒരേ ക്ലാസ്സിലാണ് എല്ലാവരെയും പരിഗണിക്കുക എന്നൊക്കെയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ ചിലർക്ക് റൂം എടുത്തു കൊടുത്തിരിക്കുന്നത് 25,000 രൂപ പ്രതിദിന റെന്റുള്ള ഇടത്തൊക്കെയാണ്. മധുസജി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഗവൺമെൻറ്റിന് ഇതിനകത്ത് ഈ ഏറ്റവും അവസാനം ഈ 1.5 കിലോ സ്വർണം 390 ഗ്രാം സ്വർണമായി മാറുന്ന തീവട്ടിക്കൊള്ളയിൽ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഏത് കാലത്തിരുന്നതായാലും ശരി, ഇപ്പോഴിരിക്കുന്നതിന് മുമ്പിരുന്ന ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ആ കാലാകാലങ്ങളിലിരുന്ന മന്ത്രിമാരുൾപ്പെടെ, വകുപ്പ് മന്ത്രിമാർക്കുൾപ്പെടെ പങ്കുണ്ടെന്നേ. ഇത് കേവലം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്ന് താങ്കൾക്ക് ഒരുപക്ഷെ അത് കണ്ടിട്ടുണ്ടാവില്ല, ശ്രീകോവിലിൻ്റെ മുമ്പിലാണ് ഈ പറയുന്ന ദ്വാരപാലകന്മാർ ഇരിക്കുന്നത്. അവിടുന്ന് അഴിച്ചുകൊണ്ട് തോളത്തെടുത്ത് വെച്ച് മല ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഇത് ആരാ വിശ്വസിക്കാന്ന്? ഏറ്റവും കുറഞ്ഞത് അവിടെ 24 അവേഴ്സ് മറുപടി പറഞ്ഞിട്ടുണ്ട് ശ്രീ ഷാജി രാഘവൻ. എന്ന് അദ്ദേഹം പറയുമ്പോ ഞാൻ കട്ടെടുത്തതല്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞപ്പോ എനിക്കിത് നിയമപരമായി മാനദണ്ഡങ്ങൾ അനുസരിച്ച് കോപ്പർ പ്ലേറ്റ് എന്ന് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി തന്നതാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല. അദ്ദേഹത്തിന് ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുന്ന തരത്തിലുള്ള രേഖ അവിടെയുണ്ട്. ദേവസ്വം ബോർഡ് ചെമ്പെന്ന് പറഞ്ഞത് അദ്ദേഹം സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ ഔദാര്യം, അദ്ദേഹത്തിന്റെ നന്മ, അദ്ദേഹത്തിന്റെ സമർപ്പണ ബുദ്ധി എന്ന നിലയ്ക്ക് പരിഗണിച്ചാൽ പോരെന്ന് അദ്ദേഹം കോടതി പറയില്ലേ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രശ്നമല്ല. പോറ്റിയെ പോറ്റുന്നവരുണ്ട്. ആ പോറ്റിയെ പോറ്റുന്നവർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ. അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് ചെമ്പാണ് കൊടുത്തതെന്ന്. അത് തൊട്ട് ഈ ദേവസ്വം സെക്രട്ടറിയും അതിന് മുകളിലേക്ക് ഇരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും വകുപ്പ് മന്ത്രിക്കും ഒക്കെ ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ടെന്നേ. ഇത് കാലാകാലങ്ങളിൽ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു കോടതി ഇടപെടൽ കൊണ്ടാണ് ഈ വിഷയം പുറത്തു വന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. അതുകൊണ്ടാണ് മധു, ഞാൻ എൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ 20 വർഷത്തെ ദേവസ്വം ബോർഡ് ഭരണം, അവിടെ നടന്ന റിക്രൂട്ട്മെൻറ്റ്, അവിടെ നടന്നിട്ടുള്ള മരാമത്ത് പണികൾ, അവിടെ നടത്തിയിട്ടുള്ള വഴിപാടുകൾ, അവിടെ വന്നിട്ടുള്ള ദേവസ്വത്തിന് കിട്ടിയിട്ടുള്ള ഭക്തന്മാർ സമർപ്പണം ചെയ്തിട്ടുള്ള വസ്തുവകൾ, ആസ്തികൾ, ഇതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായ ഒരു ഓഡിറ്റ് അന്വേഷണം നടത്താൻ ഇവർ തയ്യാറുണ്ടോ? ഇവിടെ ബഹുമാന്യനായ ലിജു പങ്കെടുക്കുന്നു. ഞാനിപ്പോഴും ഞങ്ങൾ BJPയുടെ നിലപാടിതാണ് കഴിഞ്ഞ 20 വർഷം. അതുകൊണ്ടാണ് ഞാൻ ശിവകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രി ഇരുന്ന കാലത്തെ ചില കാര്യങ്ങളിലൂടെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം അതാണ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ആര് വന്നാലും അവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് ഉൾപ്പെടെ അഴിമതിയാണെന്നേ. ഈ ദേവസ്വം ബോർഡിൽ ഇവരൊക്കെ ചർച്ച ചെയ്യുന്നത് പോലും എന്താ പറയുക, 2 കാര്യം അവർ ചർച്ച ചെയ്യുള്ളൂ. കോടിക്കണക്കിന് വരുമാനം വന്നാലും അതിൻ്റെ കണക്കെടുക്കാനോ കാലാകാലങ്ങൾ അതിൻ്റെ മൂല്യം നോക്കിക്കൊണ്ട് രജിസ്റ്ററുകൾ ഉണ്ടാക്കാനോ അത് കൃത്യമായി സൂക്ഷിക്കാനോ അതിൻ്റെ കണക്കുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ഭക്തരെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും പ്രവർത്തനം ഇത് ശബരിമലയിൽ മാത്രമല്ല. ഇത് നിങ്ങൾക്കറിയാം, ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് കൊല്ലത്ത് ശാസ്താംകോട്ട ശാസ്താക്ഷേത്രമാണ്. അവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം കൂടി 2 കോടി രൂപ പിരിച്ചു കൊടുത്തു. എന്തിനെന്നറിയോ? ഏതാണ്ട് ഒരു 5 കിലോ സ്വർണം, ഏതാണ്ട് 5 കിലോ സ്വർണ്ണമായി അവിടെ ഈ കൊടിമരത്തിന് പറയിറക്കും. സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അതായത് ഒരു നടുക്ക് ഒരു നല്ല മരത്തിൻ്റെ പുറത്ത് പറ ഇറക്കുക എന്നുള്ളതാണ് അതിൻ്റെ സംവിധാനം.
അതിനുവേണ്ടി ജനങ്ങൾ പിരിച്ചു കൊടുത്തത് 2 കോടി രൂപ. മാധു 27 ദിവസം കഴിഞ്ഞപ്പോൾ സ്വർണം കറുത്തു. ഈ പറയെന്ന് പറയുന്നതിൻ്റെ കവറിങ് കറുത്തവിടെ. ഈ സ്വർണം എന്താ, സ്വർണത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. എന്താ, ഒരു കാലത്തും അതിൻ്റെ വെളിച്ചം, അതിൻ്റെ തെളിച്ചം മായാത്തൊരു ലോഹമാണ് ഈ സ്വർണം. ദേവസ്വം ബോർഡ് കൈകൊണ്ട് തൊട്ടാൽ സ്വർണം കറക്കും. ഇത് കഴിഞ്ഞ 10 വർഷമല്ല. ഈ കേരളത്തിലെ ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഈ കേരളത്തിലെ പ്രബല ജനവിഭാഗം വിശ്വാസികളായിട്ടുള്ള ആരാധനാലയങ്ങളിൽ കഴിഞ്ഞ 10-20 കാലങ്ങളായി നടക്കുന്ന തോന്നിവാസമാണെന്ന് ഇത് ചോദ്യം ചെയ്യാൻ ആളില്ല. ഇവരൊരു ഇഷ്യൂവിൻ്റെ ബേസിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മാറി മാറി നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഈ വീരവാദങ്ങളൊക്കെ മുഴക്കും. ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും പുറത്തു വന്ന ഒരു റിപ്പോർട്ടോടെ ഞാൻ പറയാം, അത് ഇടപെടരുത്. ഇന്ന് ഞാൻ കേട്ട ഭാഗം ശരിയാണെങ്കിൽ 2018 ഭഗവാന്റെ ദണ്ഡു പോലും സ്വാമി അയ്യപ്പൻ, ഒരുപക്ഷെ രാഹുൽ ഈശ്വരൻ അറിയാം ദണ്ഡിൻ്റെ മഹാത്മ്യം. മണ്ഡലകാലം കഴിഞ്ഞാൽ യോഗനിദ്രയിൽ പോകുന്ന അയ്യപ്പൻ ധരിക്കുന്നത് ദണ്ഡു, അതുപോലെ തന്നെ ഏകമുഖിയായിട്ടുള്ള രുദ്രാക്ഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുപോലും സ്വർണം കെട്ടാൻ പുറത്തു കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു വന്നതാണോ എന്നുള്ളൊരു സംശയം പുറത്തു വരുന്നുണ്ട്. ഇത്ര കണ്ട് വിശ്വാസികളുടെ മേൽ കുതിര കയറുന്ന ഒരു സംവിധാനം ഈ ദേവസ്വം ഇത് അവസാനിപ്പിച്ച് ക്ഷേത്രത്തിന്റെ ഭരണം ഭക്തർക്ക് കൊടുക്കണം.